ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് ഉള്ളവർക്ക് അവരുടെ ഇന്റർനെറ്റ് ബാങ്കിങ് യൂസർ ഐ ഡി മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. SBI അക്കൗണ്ട് ഉടമകളുടെ മൊബൈൽ ബാങ്കിംഗ് ആപ്പായ യോനോ SBI ലൈറ്റ് തുടങ്ങിയ ആപ്പ് ഉപയോഗിക്കുന്നവർക്കും അവരുടെ യൂസർ ഐ ഡി മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവ ഈ ഒരു രീതിയിലാണ് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങളുടെ SBI ഇന്റർനെറ്റ് ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ് എന്നീ യൂസർ ഐ ഡി മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവ വളരെ എളുപ്പത്തിൽ കണ്ടെത്താവുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് SBI ഇന്റർനെറ്റ് ബാങ്കിംഗ് യൂസർ ഐ ഡി കണ്ടുപിടിക്കുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ സെർച്ച് ബാറിൽ SBI ഓൺലൈൻ എന്ന് ടൈപ്പ് ചെയ്ത് ശേഷം ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് റിസൾട്ടുകൾ ഇതുപോലെ വന്നിട്ടുണ്ടായിരിക്കും. അതിലൊന്നാമത്തെ കാണാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വന്നിട്ടുണ്ടായിരിക്കും. അവിടെ പേഴ്സണൽ ബാങ്കിങ് എന്നുള്ളതിൽ ലോഗിൻ എന്നുള്ള ബട്ടൺ കാണാം. അപ്പോൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. അവിടെ കണ്ടിന്യൂ ടു ലോഗിൻ എന്നുള്ള ഈ ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മുടെ ഇന്റർനെറ്റ് ബാങ്കിങ് ലോഗിൻ ചെയ്യാനുള്ള പേജാണ്. ഇവിടെ മുകളിലായിട്ട് കാണാം ന്യൂ യൂസർ രജിസ്റ്റർ ഹിയർ. അതുപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് ഫോർഗോട്ട് യൂസർ നെയിം ഓർ ലോഗിൻ പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഓപ്ഷനിൽ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ ഫോർഗോട്ട് മൈ ലോഗിൻ പാസ്വേഡ് എന്നുള്ള ഓപ്ഷനാണ് ഡീഫോൾട്ട് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അവിടെ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണ്ട ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ യൂസർ നെയിമാണ് കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫോർഗോട്ട് യൂസർ നെയിം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ ഒന്നാമത്തെ കോളത്തിൽ CIF നമ്പർ എന്നുള്ളതാണ്. ഈ SIF നമ്പർ നമുക്ക് നമ്മുടെ പാസ്ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ CIF നമ്പർ നോക്കി അവിടെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കോളത്തിൽ കൺട്രി എന്നുള്ളതാണ്. അവിടെ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കൺട്രി നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് മൊബൈൽ നമ്പർ എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാങ്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കോളത്തിൽ വരുന്നത് അതിന് നേരെയുള്ള കോളത്തിലുള്ള കോഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇമേജ് നോക്കിക്കൊണ്ട് നമ്മൾ ആ ഒരു കോഡ് നമ്പർ നമ്മളവിടെ കറക്റ്റായിട്ട് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ഈ സബ്മിറ്റ് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടെ നമ്മുടെ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് നമുക്കൊരു OTP വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എൻ്റർ OTP എന്നുള്ള ഈ ഭാഗത്ത് നമ്മൾ മൊബൈലിലേക്ക് ലഭിച്ചുള്ള SMS ആയി വന്നുള്ള ആ ഒരു OTP കോഡ് നമ്മൾ അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ OTP കോഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത് അതിനുശേഷം ഇവിടെ താഴെയുള്ള കൺഫേം എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ലോഗിൻ യൂസർ നെയിം ഹാസ് ബീൻ സെൻഡ് ടു യുവർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ. ലോഗിൻ യൂസർ നെയിം ഈസ് എന്ന് അവിടെ നമ്മുടെ യൂസർ നെയിം നമുക്ക് അവിടെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതോടുകൂടെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് നമ്മുടെ യൂസർ നെയിം നമുക്ക് SMS ആയിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരിക്കും. അതോടുകൂടെ തന്നെ നമുക്ക് ആ സ്ക്രീനിൽ അവിടെ കാണാവുന്നതുമാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ SBI ഇന്റർനെറ്റ് ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ് തുടങ്ങിയവയുടെ യൂസർ ഐ ഡി നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. SBI ഇന്റർനെറ്റ് ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ് തുടങ്ങിയവയുടെ മറന്നുപോയ യൂസർ ഐ ഡി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരം ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.